പ്രിന്റഡ് ടസർ സാരീസിന്റെ അതേ ഒരു ലുക്ക്. പക്ഷെ ഇതിന്റെ പ്രൈസ് റേഞ്ച് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് സർപ്രൈസ്ഡ് ആവും കേട്ടോ. ഇറ്റ്സ് ഓൺലി 1399. അപ്പോൾ 1399 നല്ല ഭംഗിയുള്ള ഒരു ടസർ ലുക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കേട്ടോ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ്. നമുക്കതൊരു ഇപ്പോൾ ഈ ടസേഴ്സ്, പ്രിൻറ്റഡ് ടസേഴ്സ് ഒരുപാട് പേര് നമുക്ക് ഒരു ലൈറ്റർ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വെയർ ചെയ്യാറുണ്ട്. ആ ലുക്ക് തന്നെ നമുക്ക് അത്രയും ഒരു സ്പെൻഡ് ചെയ്യാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾ ഓവർ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആ ഒരു ടസറിൻ്റെ അകത്ത് ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡർ വരാറുണ്ട്. ആ ഒരു ടോൺ വളരെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. സോ യു വിൽ നോട്ട് ഹാവ് ടു വറി അബൌട്ട് മെയിൻറ്റെയിനിങ് ദ സാരി. ഇറ്റ്സ് വെരി ഈസി ടു മെയിൻറ്റെയിൻ. യു ക്യാൻ ആക്ച്വലി വാഷ് ഇറ്റ് അറ്റ് ഹോം. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ഫ്യൂ വാഷസ് ഒന്ന് വാഷ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇതിനകത്ത് നമുക്ക് 3 കളേഴ്സാണ്. ഒരു ബേജ് ടോൺ വരുന്ന ഒരു ഗ്രേ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബേജ്, ആൻഡ് ദെൻ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ് ആൻഡ് ലൈലാക്ക് ടോൺ, ലൈലാക്ക് ലാവൻഡർ ഷെയ്ഡിൽ ബേജ് ടോണിൽ പ്രിൻറ്റഡ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. എൻ്റെ ബ്ലൗസും പ്രിൻറ്റഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ലുക്കാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ഓവർ ഇറ്റ്സ് എ റിയലി ഗുഡ് ബൈ. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടും ലൈറ്റ് വെയിറ്റ് ആയിട്ടും ടസർ പോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അപ്പർ പോർഷൻ ഫുള്ളായിട്ട് ക്രിസ് ക്രോസ് ഡയമണ്ട് ഡിസൈൻസ് വരുന്നുണ്ട്. അതൊരു ടെക്സ്ചേർഡ് ഫീൽ കൊടുത്ത് ചെയ്തേക്കാണ്. ആൻഡ് ലോ പോർഷനിലോട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ ഒരു ലുക്കാണ് ആ ഡിജിറ്റൽ പ്രിൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെമി സിൽക്കാണ്, ആ ഒരു ടസറിൻ്റെ ലൈക്ക് ലുക്കാണ്. അതുകൊണ്ടാണ് സെമി ടസർ സാരി. ടസർ കണ്ടന്റ് ഇല്ല. പവലൂമിൽ ചെയ്തേക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റഡ് സാരിയാണ്. പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ടസറാണെന്നേ തോന്നത്തുള്ളൂ. അതിൻ്റെ ഒരു സ്റ്റൈലും അതിൻ്റെ ആ ഒരു ദ കളർ എവറിത്തിങ് ഇസ് റിയലി പെർഫെക്റ്റ്. ആൻഡ് SBP 145 എന്ന കോഡിലാണത്, 125 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആൻഡ് ദിസ് കംസ് ഇൻ 3 ഷെയ്ഡ്സ്. ഫുൾ സാരിയിൽ ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് 2 സാരിയും കൂടി ഓപ്പൺ ചെയ്ത് കാണാം. ഇതിനകത്ത് ടാസൽസ്, സിൽക്ക് ത്രെഡ് ടാസൽസ് ആണ് അറ്റാച്ച്മെൻറ്റിൽ വന്നിരിക്കുന്നത്. And this is the lilac shade. Beautiful color. ശരിക്കും ആ ലുക്ക് തന്നെയാണല്ലോ. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ടസറല്ല എന്ന് മനസ്സിലാവും. പക്ഷേ ആ ഒരു ലുക്ക് നമുക്ക് ഡെഫിനറ്റായിട്ടും കിട്ടും. എല്ലാവരും നമുക്ക് ഇങ്ങനെ സാരി തൊട്ട് നോക്കില്ലല്ലോ. ബിക്കോസ് കംഫർട്ടബിളാണ്, വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിളാണ്. എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റും. ആ ഒരു വെയിറ്റ് ഒന്നും വലുതായിട്ടില്ലാത്തത് കൊണ്ട് ഭയങ്കര സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതാണ് എൻ്റെ ബ്ലൗസ്. ഡയമണ്ട് ഡിസൈൻസ് ആണ് ബ്ലൗസിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേ ഷെയ്ഡ്. അതാണ് ഫുൾ ലുക്ക്. എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 റേഞ്ചിന് അടുപ്പിച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്ക് ആ ഒരു പവർലൂമിൽ നമ്മളതിനെ റേഞ്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പവർലൂമിൽ ഇത്രയും ഒരു പ്രിൻറ്റഡ് ഡിസൈനുമായിട്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു ബൈ ആസ് വെൽ. ദിസ് ഇസ് ദി പ്ലീറ്റഡ് ലുക്ക്. എളുപ്പം പ്ലീറ്റ്സ് ഒക്കെ കിട്ടുന്ന, അപ്പോൾ പ്ലീറ്റ്സ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഒതുക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വർക്ക് വെയറിന് ആക്ച്വലി പെർഫെക്റ്റ് ആണ്. This is the pleats. For SBP 125, priced at 1399, digital printed semi tussar sarees. ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഇന്ന് സെമി സിൽക്ക് ഫാബ്രിക്, ഒരു ടെസർ ഫിനിഷ്ഡ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഫുള്ളായിട്ട് മിറർ വർക്ക് ആയിട്ട് വന്നിട്ടുള്ളൊരു റണ്ണിങ് ഫാബ്രിക്. ആ ഒരു റണ്ണിങ് ഫാബ്രിക്കിനകത്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഭംഗ്രൂ മെറ്റീരിയലിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കുർത്ത നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. കോളർ നെക്ക് പാറ്റേണിൽ സ്ലിറ്റഡ് ആയിട്ട് തയ്ച്ചിരിക്കുന്ന ഈ ഒരു കുർത്ത അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലോ, നമ്മളൊരു ക്രൗഡിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഒരു സെമി പാർട്ടി വെയർ കാറ്റഗറിയിൽ സൽവാർ സെറ്റ്സ് അല്ലെങ്കിൽ കുർത്താസ് നോക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ടോപ്പിൻ്റെ മെറ്റീരിയൽ 2.5 മീറ്ററിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഫ്രണ്ട് സ്ലിറ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള, സൈഡ് സ്ലിറ്റോട് കൂടി വന്നിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കുർത്ത പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഫുൾ മെറ്റീരിയലിനകത്ത് മിറർ വർക്ക്സ് ആണ് ഉള്ളത്. അതും പ്ലാസ്റ്റിക് മിറർ, കമ്പ്യൂട്ടറൈസ്ഡ് മിറർ വർക്ക്സ് ചെയ്തിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ നെക്ക് ഡീറ്റെയിലിംഗ് കണ്ടോ, നമ്മുടെ ഷർട്ടിൻ്റെ കോളർ പാറ്റേൺ പോലെ തന്നെ വന്നേക്കുന്ന കോളർ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന കോളർ പാറ്റേണിലാട്ടോ ചെയ്തേക്കുന്നത്.
ആൻഡ് ആ നെക്കിൻ്റെ ക്ലോസർ വ്യൂവിൽ വരുമ്പോൾ നമുക്കൊരു ലേസ് പാറ്റേൺ പോലെ തോന്നുന്ന ഒരു ആപ്ലിക് കട്ട് വർക്ക് ചെയ്തിട്ടുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലേസ് പാറ്റേൺ പോലെ ചെയ്തേക്കുന്ന എംബ്രോയിഡറി വീനെക്ക് പാറ്റേണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ നെക്കിൻ്റെ ഡീറ്റെയിൽ വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഭംഗ്രൂ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഭംഗ്രൂ ഫാബ്രിക്കിനെ നമ്മൾ പാച്ച് ചെയ്ത് പ്ലേസ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പാണ്, എന്നാൽ ഒരു ബ്രോക്കൺ സ്ക്വയർ ഷേപ്പ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് വന്നേക്കുന്നത് നോർമൽ പാറ്റേണിൽ തന്നെയാണ്. നോർമൽ പാറ്റേൺ ആയത് കാരണം തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഇത് ചെറിയ ലൂസ് ഫിറ്റോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വ്യൂ നോക്കുവാണെങ്കിലും ബാക്ക് വ്യൂവും അതേപോലെ തന്നെ സിമ്പിളായിട്ട് നിൽക്കുന്നത് കോളേർഡ് ഷർട്ടിൻ്റെയൊക്കെ കോളർ പാറ്റേൺ പോലെ തന്നെ വന്നേക്കുന്ന ഫ്ലാപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഈ കോളർ പാറ്റേൺ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ റൗണ്ട് നെക്ക് പാറ്റേൺ ഇപ്പം ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്കത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാറ്റേൺസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പം നിങ്ങൾക്ക് എവിടെയാണോ അത് പ്ലേസ്മെൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മൾ നെക്ക് പാറ്റേൺസ് ഇങ്ങനെ സ്ക്വയർ പാറ്റേൺ ആയത് കാരണം വി നെക്ക് പാറ്റേണിലോ റൗണ്ട് നെക്ക് പാറ്റേണിലോ ബോട്ട് നെക്ക് പാറ്റേണിലോ ഇഷ്ടമുള്ള പാറ്റേൺസിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അല്ലേ 1599 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ സെമി സിൽക്ക് ഫാബ്രിക്കിനകത്ത് ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിൽ ചെയ്തിട്ടുള്ള മിറർ വർക്ക് ഡീറ്റെയിലിങ്ങും അതോടൊപ്പം തന്നെ പാച്ച് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള പാച്ച് ബംഗ്രൂ മെറ്റീരിയലിൻ്റെ ആപ്ലിക് വർക്കും കൂടെ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. യുണീക്ക് ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ടും നിൽക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതൊരു പാർട്ടി വെയർ ലുക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. റെഡി ടു വെയർ ആയിട്ട് വന്നിരിക്കുന്നതാണ്. നമുക്കിത് വളരെ ഒരു ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഒരുപാട് തോട്ട് പ്രോസസ്സ് ഒന്നും കൊടുക്കാതെ ഏതൊരു ഒക്കേഷനും വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു കുർത്ത ആൻഡ് ബോട്ടം സെറ്റ്. അപ്പോൾ ഇതിനകത്ത് അപ്ലീക്ക് വർക്കും കാന്ത എംബ്രോയിഡറിയുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹെവിയർ പാറ്റേൺ ആണ് കേട്ടോ. ആൻഡ് ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഫീൽ ഒരു മസ്ലിൻ മെറ്റീരിയലിൽ ചെയ്തേക്കാണ്. അതിനകത്ത് കോട്ടൺ ലൈനിങ് ഉണ്ട്. ആൻഡ് ബോട്ടവും ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ഫിറ്റഡ് ബോട്ടം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഫ്ലാറ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലാസ്റ്റിക് ആയിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ബോട്ടം ഇത് ആക്ച്വലി ഭയങ്കര ഒരു ഇതായിട്ട് കാണത്തില്ല. ഞാനിപ്പോൾ എനിക്കത് ഏകദേശം ആങ്കിൾ ലെങ്ത് വരെ ഒരു ടോപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞ് ഗാദേഴ്സാണ്, പ്ലീറ്റ്സാണ്. തിൻ 1/4 ഇഞ്ച് പ്ലീറ്റ്സിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫിനിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ബാക്കിൽ ഗ്യാദർ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്യാദറിങ്ങും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പോട്ട്ലി ഡീറ്റെയിൽ വരുന്നുണ്ട്, ഒരു ഹുക്ക് ഓപ്പണിങ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വെയർ ചെയ്യാൻ വേണ്ടി നമുക്കത് ഈസി ആയിട്ട് വെയർ ചെയ്യാനൊക്കെ ഉള്ളൊരു കൺവീനിയൻസ് വേണ്ടി ഹുക്ക് ഓപ്പണിങ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കോളേർഡ് ബാക്ക് വരേക്കും കോളേർഡ് ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു വി പാനലിലൊരു ഓപ്പണിങ് കൊടുത്ത് ചെയ്തേക്കാണ്. നല്ല രസമുള്ള ഒരു പാറ്റേൺ കേട്ടോ. ആൻഡ് ഫുൾ റിസ്റ്റ് ലെങ്ത് ഇറ്റ്സ് ലൈക്ക് വെരി ക്ലോസ് ടു ഏകദേശം ഒരു 21 ഇഞ്ചിനോ 19 ഇഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ടാവും. ആൻഡ് ദ പ്ലേസ്മെൻറ്റ് ഓഫ് ദി എംബ്രോയിഡറി ഈസ് ഓൾസോ റിയലി ഗുഡ്. നമുക്കത് ഫുള്ളി വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫീലിൽ വരികയും ചെയ്യും. ആൻഡ് എന്നാൽ അത്രയും ഒരു ടൈം അതിനകത്ത് സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ ഒരു ഷോൾഡറിൻ്റെ അവിടെ ആ ഒരു ഏരിയയിൽ സ്ലീവിൽ ഫുൾ വർക്ക്ഡ് ആണ്. റിസ്റ്റിൻ്റെ റൗണ്ട് വർക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് സിംഗിൾ ബ്രാഞ്ച് പോലത്തെയുള്ള ഒരു ലുക്ക് കൊടുത്ത് ചെയ്തേക്കാണ്. ഇതിൻ്റെ അപ്ലീക്ക് ഡീറ്റെയിൽ ആ ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു ആമി ഗ്രീൻ ഷെയ്ഡിൽ അപ്ലീക്ക് പിങ്ക് ഷെയ്ഡിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് പീച്ച് ആൻഡ് റസ്റ്റി ടോൺ വന്നിട്ടുള്ള ഒരു പീച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഓറഞ്ചിഷ് പീച്ച് ടോണിൽ വന്നിട്ടുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊരു കാന്ത എംബ്രോയിഡറിയുടെ ഡീറ്റെയിൽ ആണ് വന്നിരിക്കുന്നത്. ഹൈലൈറ്റ്സിനായിട്ട് വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ലൈറ്റ് ഗോൾഡ് സീക്വൻസ് ആസ് വെൽ. അത് 449 റേഞ്ചിൽ വന്നിരിക്കുന്ന കുർത്തയാണ്. ഒരു ക്രഷ്ഡ് ഫീലിൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആൻഡ് എലഗൻ ജ്വല്ലറിയുടെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മളങ്ങ് ഒരു ലൈറ്റർ ഫീലൊന്നും കിട്ടത്തില്ല. നല്ലൊരു ഹെവിയർ ഫീലിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെറ്റ്. ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് ട്രൈ. VFS 101 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. www.aham.store വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. ഇനി ഇതേപോലത്തെ ലുക്സ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിനിപ്പോൾ ദുപ്പട്ടാസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ലുക്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, അത് ടോപ്പ് ബോട്ടം ആണോ നിങ്ങളുടെ പ്രിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.